ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. ഞാൻ നീത രാജീവ്. നമുക്കിന്ന് ഒരു ഒണിയൻ തോരൻ ഉണ്ടാക്കിയാലോ? നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സവാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സവാള ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് പച്ചക്കറികളൊന്നും വീട്ടിലില്ല, അല്ലെങ്കിൽ വാങ്ങിക്കാൻ ടൈമില്ല, പെട്ടെന്ന് തന്നെ ചോറിന് കറി ഉണ്ടാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വന്നു, അധികം കറികളൊന്നുമില്ല, അങ്ങനെയൊക്കെ ആകുമ്പോഴാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറി. ചോറിന്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഈസിയുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സവാള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക, ചോപ്പ് ചെയ്തെടുക്കുകയല്ല, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒണിയൻ തോരൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ വല്ലാതെ ഓവറായിട്ട് സവാള കുക്കായി പോകരുത്. നമ്മളിപ്പം സവാള മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കാവുന്നത് പോലെ വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകരുത്. ഒപ്പം തന്നെ അത്യാവശ്യം കുക്കാവുകയും ചെയ്യണം. ആ ഒരു രീതിയിൽ ചെയ്താൽ ഈ തോരന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഒണിയൻ തോരൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെറുതെ തേങ്ങ ചിരവിയിട്ട് ഇടരുത്, ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുക. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് വരുള്ളൂ. പച്ചമുളകും വേപ്പിലയും തേങ്ങയും എല്ലാം ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ആ തേങ്ങയിലേക്കും പച്ചമുളകിന്റെയും വേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് പിടിച്ചിട്ട് നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒണിയൻ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരഞ്ഞു പോകരുത്. പക്ഷെ പച്ചമുളക് ഒരുവിധം നന്നായിട്ട് ക്രഷായി കിട്ടുക വേണം. പച്ചമുളക് അങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ പച്ചമുളക് ക്രഷായി വരാൻ കുറച്ച് ടൈം എടുക്കും, തേങ്ങ വല്ലാതെ അരഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയ പീസായിട്ട്, തീരെ ചെറിയ പീസാവണ്ട, ചെറിയ ചെറിയ പീസുകളായിട്ട് പച്ചമുളക് കട്ട് ചെയ്യാം. അതുപോലെ ചെറിയ പീസായിട്ട് ഉള്ളിയും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. 2 ഉള്ളി മതി കേട്ടോ ഇതിലേക്ക്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ തോരന്. ഒരു 3-4 കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. നമ്മളിപ്പോ ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. നമ്മൾ അരപ്പിലും കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർക്കാം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ്, ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്നത് 3 വലിയ ഓണിയൻസ് ആണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ അരപ്പില് കുറച്ച് മഞ്ഞൾപ്പൊടിയെ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എന്നാലേ സവാളയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് എപ്പോഴും സവാളയ്ക്ക്, ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് സവാളയ്ക്കൊക്കെ നല്ല വില കുറവാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലെപ്പോഴും സവാള ഉണ്ടാവുകയും ചെയ്യാം. നമുക്ക് വേഗം തന്നെ കറിയാക്കാനായിട്ടും എല്ലാം എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്കിനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന്റെ എണ്ണമൊക്കെ നമ്മൾ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. അത് ചില പച്ചമുളകിന് എരിവ് കൂടുതലായിരിക്കും, ചിലപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകായിരിക്കും. അപ്പം നമ്മൾ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞാലും എല്ലാവരും എടുക്കുന്ന സവാളയുടെ ക്വാണ്ടിറ്റിയും എല്ലാം നമ്മൾ വ്യത്യാസം വരുമ്പോൾ പച്ചമുളകിന്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും.
നമ്മുടെ ചട്ടി ഇരുമ്പിന്റെ ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതാ നമ്മുടെ സവാള തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റാണ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നത്. ആദ്യം ഒരു 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചു. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 6 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇത് വല്ലാതെ അങ്ങ് സവാള കുഴഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വാടി വരാനേ പാടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മള് സവാള തോരൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തത്. അതുകൊണ്ടാണ് ആ സവാള എടുത്ത സൈഡിൽ വെച്ചത്, വേഗം തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. വലിയ സവാള ആയതുകൊണ്ട് നമ്മൾ ആദ്യം നീളത്തില് 2ആയിട്ടത് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതിനെ കുറുകെ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ചെറിയ പീസായിട്ട് സവാള കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ചെറിയ സവാളയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മള് സവാള തോരൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള വെന്ത് കുഴഞ്ഞു പോകരുത്. സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അധിക സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സവാള കുഴഞ്ഞു പോകും, നമുക്കത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും സവാളത്തോരൻ ചോറിന്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുക. കഴിച്ചതിന് ശേഷം കമന്റ്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.